ഒരു വിശ്വാസി നോർത്തോയിൽ അല്ലെങ്കിൽ ഗോകുൽത്തായിൽ എത്ര തവണ മുത്തണം? ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു സമയത്തിനനുസരിച്ച്. പലരും പറയുന്നു വീഡിയോ ഡാർക്കാണ്, അതുകൊണ്ട് അച്ഛൻ വെള്ളക്കുപ്പായിട്ടാൽ മതി. ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഈ പറയുന്ന കാര്യങ്ങളിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ഇടയാകട്ടെ. പിന്നെ എന്നോടുള്ള സ്നേഹത്തിന് നന്ദി. ഇന്നിപ്പോൾ ചുമ്മാതെ വെള്ള കുപ്പായിട്ടെന്നുള്ളേ ഉള്ളൂ, അല്ലെങ്കിൽ കറുത്ത കുപ്പായിട്ട് തന്നെ ചെയ്യണമെന്നൊക്കെ ഇത് മിക്സ് ചെയ്തെടുക്കും. പോട്ടെ, ഇന്നത്തെ വിഷയത്തിലേക്ക്. സഹോദരങ്ങളെ, നമുക്കറിയാം പാതിനോയമ്പാവുമ്പോൾ നമ്മുടെ ദേവാലയത്തിൽ മധ്യത്തിൽ നിലവിളക്ക് വെക്കുന്ന മധ്യത്തിലല്ല, നിലവിളക്ക് വെക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ്. എന്നാൽ മധ്യത്തിൽ നമ്മൾ ഗോൽഗൊത്ത നാട്ടാറുണ്ട്. ഈ ഗോൽഗൊത്ത നാട്ടി കഴിയുമ്പം വൈദികർ അനൗൺസ് ചെയ്യാറുണ്ട് അത് വണങ്ങി വേണം നമ്മൾ പള്ളിക്കകത്ത് വരാൻ. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് എന്നെ അമേരിക്കയിൽ നിന്ന് ഒരു ആൻറ്റി എന്നോട് വലിയ സ്നേഹമുള്ള ആളാണ്. എന്നോട് ചോദിച്ചു, അച്ഛാ ഗോകുൽത്ത മുത്തുന്നാണെന്ന് പറയുന്നു, പക്ഷെ അത് എത്ര തവണ മുത്തണം, എപ്പോഴൊക്കെയാണ് മുത്തണ്ടിയെ? ഞങ്ങളുടെ പള്ളിയിൽ കേട്ടത് കുർബാന കൊള്ളാൻ പോകും മുത്തണം, കൈമുത്താൻ പോകും മുത്തണം, പിന്നെന്താ ഏതാണ്ട് ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു. ഇത് ഈ സമയത്തൊക്കെ മുത്തണമോ എന്ന രീതിയിൽ ചോദിച്ചു. അങ്ങനെ ഒരു പാരമ്പര്യമൊന്നും നമുക്കില്ല. നമുക്കാകെപ്പാടെ പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോരുമ്പോഴും നമ്മൾ ഗോകുൽത്ത മുത്താനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ധൂപക്കുറ്റി വീശുന്ന വ്യക്തിയാണ് എങ്കിൽ ധൂപക്കുറ്റി വീശി അവിടെ വരുന്ന സമയത്ത് അതിനെ വണങ്ങി ചുംബിച്ചതിന് ശേഷം മാത്രം വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രദക്ഷിണം തുടരുക. പടിഞ്ഞാറോട്ടാണെങ്കിൽ പടിഞ്ഞാറോട്ട്, കിഴക്കോട്ടാണെങ്കിൽ കിഴക്കോട്ട്, അത് തുടരുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ അറിയണം. ഇവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ പരിശുദ്ധ സ്ലീബായുടെ അടയാളമായി അവിടെ നാട്ടിയിരിക്കുകയാണ്. അതിനെ വണങ്ങുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അതെപ്പോഴൊക്കെയാണ്? നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരുമേനി അവിടെ ഇരിപ്പുണ്ട്, തിരുമേനിയുടെ കൈ മുത്തുന്നു എന്ന് പറയുന്ന പോലെ എപ്പോൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു ആ സമയത്ത് ഈ നോർത്തോ അല്ലെങ്കിൽ ഗോകുൽത്ത നമ്മൾ വണങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ഉദ്ദേശം, ലക്ഷ്യം. അതുപോലെ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അനുവാദം മേടിച്ച് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിലുപരിയായി എപ്പോഴും ചെന്ന് മുത്തിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. കുർബാന കൊള്ളാൻ വരുന്ന, അപ്പം ഒന്നാലോചിക്കേ, ഫ്രണ്ടിൽ അറ്റമാണ് കുഞ്ഞുങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ കുഞ്ഞ് കുർബാന കൊണ്ടിട്ട് വന്ന് മുത്തിയിട്ട് പിന്നെയും കയറിയിരിക്കണോ? അതൊക്കെ എങ്ങനെ പ്രാക്ടിക്കലാവുന്ന എങ്ങനെ? അങ്ങനെയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇത് വണങ്ങാനിടയാകട്ടെ. പിന്നെ പലരും പല രീതിയിലുള്ള ക്രിറ്റിസിസം പറയും, ഇത് വണങ്ങുന്ന എന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ വീഡിയോയ്ക്കകത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. എനിക്കിത് സെർച്ച് ചെയ്തെടുക്കാനൊന്നും അത്ര പരിചയവും സമയവും ഇല്ല, അല്ലെങ്കിൽ തപ്പിയെടുക്കാൻ പറ്റും. എങ്കിലും ഓർക്കുക, മോശ പിച്ചള സർപ്പത്തെ നാട്ടിയതുപോലെ യേശു ക്രിസ്തു പാളയമധ്യത്തിൽ നാട്ടപ്പെട്ടത് എന്നതിൻ്റെ അടയാളമായിട്ട് രക്ഷാകരമായ സ്ലീബ നമ്മൾ നട്ടാണ്. എപ്പോഴും സ്ലീബയെ ഓർക്കുമ്പം ഒരു തടി കൊണ്ടുണ്ടാക്കി, ഇന്നൊക്കെ അടുത്ത കാലത്തൊരു കക്ഷി ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വേറൊരു സഭയിലോട്ട് പോയിട്ട് പറയുന്നതായിട്ട് ആശാരി ഉണ്ടാക്കിയ തടി അല്ല, അതിനൊരു കാലഘട്ടമേ ഉള്ളൂ. ആ കാലഘട്ടം കഴിഞ്ഞപ്പം നമ്മൾ ദുഃഖവെള്ളിയാഴ്ച പറയുന്ന പോലെ ഞങ്ങളുടെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. പരിശുദ്ധമായ സ്ലീബ കുസ്തുന്തിനോസ് ചക്രവർത്തിക്ക് കൊടുത്ത അടയാളമാണ്. ഇതിനാൽ നീ ജയിക്കും, ഞങ്ങൾക്ക് അടയാളമായി തീർന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. അടുത്ത വരി മശിഹാ തമ്പുരാനെ നീ, അല്ലാതെ കുരിശിനകത്ത് നിൽക്കാൻ വേണ്ടിയല്ല. കുരിശ് എന്ന് പറയുന്നത് രക്ഷാകരമായ സ്ലീബ അടയാളമാണ്. ആ അടയാളം, ഇപ്പം എന്തിൻ്റെയും ഒരു അടയാളം വെച്ചാൽ ആ അടയാളത്തിന് ഒരു ഒറിജിനൽ പോയിന്റ് ഉണ്ട്. അത് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളേ ഉള്ളൂ. അടയാളത്തിന് ഒരു ഒറിജിനൽ പോയിന്റ്, ഇറ്റ്സ് മാർക്ക് എന്ന് മാത്രമേ ഉള്ളൂ. അടയാളത്തിന് ഒരു ഒറിജിനൽ പോയിന്റ്. അവിടേക്ക് നമ്മുടെ ചിന്തകളും ബോധങ്ങളും ഉയർത്താൻ തക്കവണ്ണം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ആരാധനയൊക്കെ അതിൻ്റെതായ അർത്ഥതലത്തിൽ എത്തുന്നത്. അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ പ്രവർത്തിപ്പാനും നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അല്ലാതെ വളരെ പെരിഫറലായിട്ട് പരിശുദ്ധ സ്ലീബായ മുത്തി അങ്ങ് പോകുന്നതിലല്ല. അത് അവിടെ നിന്ന് രക്ഷാകരമായ ക്രിസ്തുവിൻ്റെ കഷാനുഭവത്തിലേക്കും ആ ക്രിസ്തുവിലേക്കും നമ്മുടെ ചിന്ത എത്തിക്കണം. അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇതൊരു എന്തോ ഒരു സാധനം വെച്ചേക്കുന്നുള്ളേ ഉള്ളൂ. ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ സ്ലീബായാണ്. ആ സ്ലീബായിൽ കൂടി നമ്മുടെ ചിന്തകളും വിചാരങ്ങളും ദൈവസന്നിധിയിലെത്തണം. ഇനിയും ഇപ്പം നമ്മൾ അത് ചുമന്ന
വിരിയാണ് വിരിച്ചിരിക്കുന്നത്. കഷാന ഭാഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കറുത്ത വിരിയാക്കും. ആ ഒരു ബോധ്യമൊക്കെ നമ്മളെ ഭരിച്ചുകൊണ്ട് ഞാനിത് പള്ളിക്കകത്തേക്ക് വരുന്നു. അപ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ അനുവാദം വാങ്ങിക്കുന്നു എന്നുള്ള രീതിയിൽ അവിടെ വന്നൊന്ന് വണങ്ങിയിട്ട്, ചിലരൊക്കെ അത് ഓക്വേർഡായിട്ട് മൊത്തത്തിൽ പിടിച്ച് മുത്തുകയൊക്കെ ചെയ്യാതെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുമ്പം അതിൽ നിങ്ങളുടെ എണ്ണയൊക്കെ പറ്റാതിരിക്കത്തക്ക രീതിയിൽ ചില വിളക്കിൽ നിന്ന് എണ്ണ എടുത്തിട്ട് അവിടെ പോയി അത് മുത്താറുണ്ട്. അതൊക്കെ ഒഴിവായിക്കൊണ്ട് അതൊന്ന് വണങ്ങിയിട്ട് പോരുക എന്നുള്ള അർത്ഥതലത്തിൽ അതിനെ ഉൾക്കൊള്ളാനായിട്ട് കഴിയട്ടെ. അപ്പം നമ്മുടെ ബോധവും നമ്മുടെ ചിന്തകളും ഒക്കെ അതിലേക്കൊന്ന് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഭക്തിയോടെ നിൽക്കാൻ കഴിയും. അല്ലാത്തടത്തോളം കാലം ഈ പറയുന്ന പോലെ ഇതൊരു കാഴ്ച വസ്തു, ഒരു കേൾവി വസ്തു എന്ന് മാത്രമേ ആകുകയുള്ളൂ. ഇതിലൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുമ്പം അതിലൂടെ നമ്മുടെ ആത്മാവിനെ തൊടുവാനായിട്ട് ഇടയാകും. അങ്ങനെ വരുന്നതുകൊണ്ട് പിതാക്കന്മാരെ ഒക്കെ നല്ലപോലെ ആരാധിക്കുന്നത്, അവർക്ക് മറ്റൊന്നും ഇല്ലാതെ ആരാധിക്കാൻ കഴിയുന്നത് അങ്ങനെ അവരുടെ ചിന്ത വന്നുകൊണ്ടാണ്. അങ്ങനെ വരാൻ ഇടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.